അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, അവസാനമായി ജബ്ബാറിനോടും ജബ്ബാറിനെ പോലുള്ള നാസ്തിക സംഘികളോടും പറയാനുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കണം എന്നുള്ളതാണ്. ലോകത്ത് വളരെയേറെ പ്രശസ്തമായിട്ടുള്ള വൈജ്ഞാനിക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ് ബഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ. ഈ ബൈത്തുൽ ഹിക്മ സ്ഥാപിച്ചതാരാണ്? അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദാണ് അതിൻ്റെ സ്ഥാപകൻ. അബ്ബാസി ഖിലാഫത്ത് എന്ന് പറയുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങുന്നത്. 132 അബ്ബാസി ഖലീഫമാരിൽ പ്രഗത്ഭനായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹമാണ് ബൈത്തുൽ ഹിക്മക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന മൗമൂൻ ഈ ബൈത്തുൽ ഹിക്മ പോഷിപ്പിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പല ഭാഷകളിലുള്ളത് വരുത്തി അവ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് അന്ന് മൗമൂൻ്റെ കീഴിൽ ഈ ബൈത്തുൽ ഹിക്മയിൽ നടന്നിട്ടുള്ളത്. അതിൽ അരിസ്റ്റോട്ടൽ, പ്ലാറ്റോ തുടങ്ങി ലോകത്ത് ഇന്നും പ്രശസ്തി നേടിയിട്ടുള്ള സർവ്വലാരും അനുസ്മരിക്കപ്പെടുന്ന ഗ്രീക്ക് ചിന്തകന്മാരുടെ, അതുപോലെ പല ചിന്തകന്മാരുടെയും ഗ്രന്ഥങ്ങൾ അതിൽ സുലഭമായിട്ട് വരുത്തുകയും അത് പരിഭാഷപ്പെടുത്തുകയും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, അതുപോലെ മറ്റ് ഭാഷാ സാഹിത്യങ്ങളുണ്ട്, പലതുമുണ്ട്. മൗമൂൻ്റെ കാലത്ത് ഈ പരിഭാഷപ്പെടുത്തുന്ന ഓരോ ഗ്രന്ഥത്തിനും ആ ഗ്രന്ഥത്തിൻ്റെ തൂക്കം സ്വർണമാണ് ഈ പരിഭാഷകന്മാർക്ക് പാരിതോഷികമായി നൽകിയിരുന്നതെന്നാണ്. ഇത് മൗമൂനെ അല്ലെങ്കിൽ ഹാറൂൺ റഷീദിനെയും മൗമൂനെയും ഒക്കെ ഇതിന് പ്രചോദിപ്പിച്ചിട്ടുള്ളത് എന്താണ്? അബ്ബാസി ഖിലാഫത്ത് അതിന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഖുർആനിൻ്റെ ഇസ്ലാമിക പരിപേക്ഷത്തിൽ പരിശോധിക്കുമ്പോൾ ഒരുപാട് കുറ്റം കുറവൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ തുടർച്ചയാണ് അബ്ബാസി ഖിലാഫത്ത്. ഇസ്ലാമിക നിയമമാണ് അബ്ബാസി ഖിലാഫത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള നാടുകളിലൊക്കെ പ്രയോഗവൽക്കരിച്ചിരുന്നത്. അങ്ങനെയുള്ള അബ്ബാസി ഖിലാഫത്തിലെ ഈ പ്രഗത്ഭന്മാരായിട്ടുള്ള ഖലീഫമാർ അല്ലെങ്കിൽ രാജാക്കന്മാരാണ് ബൈത്തുൽ ഹിക്മ അത് തുടങ്ങുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ലോകത്ത് വളർന്ന് പന്തലിച്ചു. ബില്യൺ കണക്കിന് ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്നിടത്തോളം അത് വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജബ്ബാറിനെ പോലുള്ള ആളുകൾ അവർക്ക് കുറച്ചൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്ത് വല്ലാണ്ട് മെനക്കെടണ്ട. കാരണം മെനക്കെട്ടാൽ പിന്നെ ഇസ്ലാമിനെ തകർക്കാൻ സമയം കിട്ടുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വീണ് കിട്ടുന്ന കുറഞ്ഞ സമയങ്ങളിൽ ജബ്ബാറും ആളുകളും ചെയ്യേണ്ട ഒരു സംഗതി, ഇങ്ങനെയുള്ള ചരിത്ര വസ്തുതകളൊന്ന് തേടിപ്പിടിച്ചിട്ടൊന്ന് പരിശോധിക്കാം. നെറ്റിലടിച്ചാൽ കിട്ടും. ബൈത്തുൽ ഹിക്മ എന്നടിച്ചാൽ ഇതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരണം ഇപ്പോൾ കിട്ടും. ഗ്രന്ഥങ്ങൾ തേടി പോകേണ്ട കാര്യമില്ല. ജബ്ബാറിന് അതൊക്കെ സുപരിചിതമാണല്ലോ. അതുകൊണ്ട് ജബ്ബാറിനെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ടെന്നും മുസ്ലിങ്ങൾ ഒരു കാലത്തും വിജ്ഞാനം നേടുന്ന കാര്യത്തിലോ അത് വിതരണം ചെയ്യുന്ന കാര്യത്തിലോ പിന്നിലായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരാണ് ഒരു കാലത്ത് ലോകത്ത് വിജ്ഞാനം പ്രസരിപ്പിച്ചിരുന്നത് എന്നും ഒക്കെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നമ്മളെ ജബ്ബാർ മാഷ്, അദ്ദേഹം വല്ലാത്തൊരു മാഷാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർഷിപ്പിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത്ര വിവരവും വിവേകവും ബുദ്ധിയും തൻ്റെ ഒക്കെ ഉള്ളൊരു മനുഷ്യൻ ഇനി ലോകത്ത് പിറക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രക്ക് വലിയ വിവേകശാലിയും ബുദ്ധിമാനും
പണ്ഡിതനുമൊക്കെയാണ് നമ്മളെ ജബ്ബാർ മാഷ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാഷ് എന്ന ബിരുദം കിട്ടിയിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിന് കുറച്ചുകൂടി ഒന്ന് മുതൽക്കൂട്ടുണ്ടാവും ഇത്തരത്തിലുള്ള സംഗതികൾ അദ്ദേഹം പരതുകയും വഴി പഠിക്കുകയും ചെയ്താൽ. എന്നാലുള്ള ഗുണം എന്താ പറഞ്ഞാൽ ഈ നുണ പറയുന്നതിൽ കുറച്ചൊരു കുറവ് വരുത്താൻ പറ്റും. ആളുകളുടെ ഇടയിൽ നുണ പറഞ്ഞ് അവസാനം പറ്റ വഷളാവാതെ നോക്കാനും അദ്ദേഹത്തെ പോലുള്ളവർക്ക് കഴിയുമെന്നാണ് ജബ്ബാർ മാഷോടും അദ്ദേഹത്തെ പോലുള്ള നാസ്തിക സംഘികളോടും. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ക്രിസംഘികൾ അല്ലെങ്കിൽ BJP പോലുള്ള BJP പരിവാരത്തിലുള്ള സംഘികൾ ഇവരെക്കാളൊക്കെ വിഷം തുപ്പുന്ന ഒരു വർഗമാണ് ഈ നാസ്തിക സംഘികൾ എന്ന് പറയുന്നത്. ഇത്രത്തോളം ക്രിസംഘികളോ അല്ലെങ്കിൽ BJP പരിവാരങ്ങളോ പോയിട്ടില്ല. അതിനൊക്കെ കവച്ചു വെക്കുന്ന ലോകത്ത് തന്നെ തുല്യതല്ലാത്ത വിധത്തിൽ ഇസ്ലാമിനെതിരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വിഭാഗമാണ് നമ്മളുടെ ജബ്ബാർ മാഷ്, ആരിഫ് ഹുസൈൻ പോലുള്ള ഈ സംഘികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ കുറച്ചൊക്കെ ഒരു മാന്യത പുലർത്തുന്നുണ്ടെന്ന് മാലോകർക്ക് അറിയാനെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ചൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് അവരോട് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.